പ്പെട്ടവരെ അക്ബർ സ്നേഹക്കോട്. ഗുഡ് മോർണിംഗ്. നീലഗിരി കുന്നുകൾക്ക് നെറുകയിൽ നല്ല പ്രഭാത കിരണങ്ങളേറ്റ് ഞാൻ വളരെ ഇങ്ങനെ ആസ്വദിച്ച് പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു ടൂർ വന്നതാണ്. ഏതായാലും ഇന്ന് രാവിലത്തെ പത്രം ന്യൂസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ന്യൂസ് പത്രമല്ല, സോറി, ഞാൻ കണ്ടത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറെ മയക്കുമരുന്നുമായിട്ട് പിടികൂടി. 3 വർഷമായിട്ട് അയാൾ മയക്കുമരുന്നിന് അഡിക്റ്റാണ്. അയാൾ LSD, MDM, കഞ്ചാവ്, അവൻ ഉപയോഗിക്കാത്തതൊന്നുമില്ല ഇനി. അങ്ങനെ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് 15ഓളം ഡോക്ടേഴ്സ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ അവനറിയുന്നവരുണ്ട്, അറിയാത്ത നമ്പർ എത്രയാണ്. അപ്പോൾ വളരെ ദുഃഖം തോന്നുകയാണ് പ്രിയപ്പെട്ടവർ. എന്നുവെച്ചാൽ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ പ്രൊഫഷനിലേക്ക് വന്ന് നാളെ നമ്മളെയൊക്കെ ചികിത്സിക്കേണ്ടുന്ന ഡോക്ടർമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും എൻ്റെ അക്ബേഴ്സ് ട്രാവൽസ് ഡയറി എന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ യാത്രകളെക്കുറിച്ച് പറയുന്നതിലേറെ ഗൗരവത്തോടെ ഞാൻ ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് കേരളത്തിലെ യുവ സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിറ്റ്നസ് മാറ്റേഴ്സ് എന്നാണ്. ഞാൻ എന്തിനാണ് ഈ ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയുന്നൊരു വിഷയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ്, ആരോഗ്യമുള്ള കരുത്തുള്ള ശരീരം. കാരണം ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഈ ജീവിതം ഒരു ബ്ലെസ്സിങ് ആണ്. ജീവിതം ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മൾ ജീവിതത്തെ തിരഞ്ഞെടുത്തതല്ല, ജീവിതം നമ്മളെ തിരഞ്ഞെടുത്താണ്, നമുക്കൊരു അവസരം നൽകിയതാണ്. അപ്പോൾ അതിന് നമുക്ക് ലഭിച്ച ശരീരം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും ഒരു ടെമ്പിളാണ്, മോസ്കാണ്, അത് ഒരു സിനഗോഗാണ്, അതൊരു ആശ്രമമാണ്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ വിശുദ്ധമായ, അതൊരു ചർച്ചാണ്. അത് വളരെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടുന്നൊരു സംഗതിയാണ്. കാരണം ഈ ശരീരമെന്ന സംഗതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. നമുക്ക് ചുറ്റുമുള്ള പൂവിനെയും പൂമ്പാറ്റയെയും അല്ലേ, നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെയും നമ്മൾ അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ശരീരം, അപ്പോൾ അത് ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയില്ല. നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ യുവത ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ലഹരിയിലാണ്. നിങ്ങൾക്കറിയാലോ, LSD, MDM, കഞ്ചാവ്, ഹാഷിഷ്, ചരസ്, പിന്നെ കൃത്രിമമായ കുറേ മാരകമായ മയക്കുമരുന്നുകൾ. എന്തിനാണ് നിങ്ങൾ ഈ സാധനം വാങ്ങിച്ച് തിന്ന് കുത്തിവെച്ച് വലിച്ച് മാനസിക രോഗികളാവുന്നത്? എന്തിനാണ് നിങ്ങൾ അബോധാവസ്ഥയിലാകുന്നത്? എന്തിനാണ് നിങ്ങൾ സ്വയം ഭ്രാന്തന്മാരാവുന്നത്? ഭ്രാന്തമായ അവസ്ഥയിൽ, അബോധാവസ്ഥയിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ, ഈ ജീവിതത്തെ, നമുക്ക് ചുറ്റുമുള്ള ഈ സൗന്ദര്യത്തെ, നമുക്ക് ചുറ്റുമുള്ള സ്നേഹത്തെ, വാത്സല്യത്തെ, അനുകമ്പയെ, പ്രണയത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ? സത്യത്തിൽ പ്രണയം ആസ്വദിക്കണമെങ്കിൽ, അനുകമ്പ അറിയണമെങ്കിൽ, വാത്സല്യം അറിയണമെങ്കിൽ, സ്നേഹം അറിയണമെങ്കിൽ തെളിഞ്ഞ ബോധം വേണം, ജോയ്ഫുള്ളായിട്ടുള്ളൊരു മനസ്സ് വേണം, കമ്പാഷനായിട്ടുള്ളൊരു ഹൃദയം വേണം, കരുത്തുറ്റ ശരീരം വേണം പ്രിയപ്പെട്ടവരെ. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇന്നു മുതൽ പ്രതിജ്ഞ എടുക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അതിൽ ലൈക്കും ഷെയറും കിട്ടിയിട്ട് പൈസ ഉണ്ടാക്കാനല്ല. ഈ സന്ദേശം മുഴുവനും, കേരളം മുഴുവനും ഈ സന്ദേശം മലയാളികളിൽ മുഴുവനും ഇത് എത്തണം, അല്ലാത്തവരിലും എത്തണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലഹരി വേണം, മനുഷ്യന് എന്തെങ്കിലും ഒരു ലഹരി വേണം. ശരീരത്തെ നശിപ്പിക്കുന്ന, മനസ്സിനെ നശിപ്പിക്കുന്ന, ഭ്രാന്താക്കുന്ന, അബോധാവസ്ഥയിലാക്കുന്ന ലഹരികൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ അതിലേക്കല്ല പോകേണ്ടത്. വേറൊരു ലഹരി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതെന്താണെന്നറിയോ? നമുക്ക് വാസ്റ്റായിട്ടുള്ളൊരു ഇൻഫിനൈറ്റ്നെസ് നമ്മുടെ അകത്തുണ്ട്. അവിടെ നമ്മൾ ആരും തടയുകയില്ല. അതിനെ നമുക്ക് ഇന്നർ ജേണി എന്ന് പറയാം. ആ ഇന്നർ ജേണിയിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ആവുക. അതിന് ആരോഗ്യമുള്ള ശരീരം വേണം, നിയന്ത്രണമുള്ള മനസ്സ് വേണം, മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം.
നമ്മുടെ ഈഗോൻ്റെ വലിപ്പം ഉണ്ടല്ലോ, ബലൂണ്, അതിനെ കുറച്ച് കാറ്റ് കുറേശ്ശെ അയച്ചു വിട്ട്, എന്താണ് നമ്മുടെ ഈ ഈഗോ? ഇതത്ര വലിയ സംഗതിയൊന്നുമല്ല. ഇത് നമുക്കൊരു കുറച്ച് സമയത്തേക്ക്, ഒരു ഫ്രാക്ഷൻ ഓഫ് നോ ടൈം എന്നാണ് പറയുക ഞാൻ, ലഭിച്ച ഒരു സംഗതി മാത്രമാണ്. അനന്തമായ, പെർമനൻ്റായ, ഇൻഫിനൈറ്റായ, നശിക്കാത്ത ഒരു സംഗതിയുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അതിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുക. ആ റൂട്ട് കോസ് ഉണ്ടല്ലോ, അവിടേക്കുള്ള യാത്ര. അപ്പോൾ ഈഗോയിൽ നിന്ന് ഈഗോലെസ്നെസ്സിലേക്കുള്ള ആ ജേണി ഉണ്ടല്ലോ, ആ ജേണി വളരെ സുഖമാണ്. അതൊരു ലഹരിയാണ്. മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ ദിവസവും എക്സർസൈസുകൾ ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് നിങ്ങളുടെ ശരീരം അനക്കാതെ മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആരോഗ്യവാനായിരിക്കണം. അതല്ലാത്തൊരു വ്യക്തിക്ക് അത് കഴിയില്ല. അങ്ങനെ നിങ്ങൾ ദിവസം കുറേ സമയം മെഡിറ്റേഷൻ ചെയ്യുക. ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം അതിന് ചിലവഴിക്കുക. അങ്ങനെ ആ മെഡിറ്റേഷനിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ധ്യാനാവസ്ഥയിൽ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നർ ജേണി വളരെ സ്മൂത്താവും. അതൊരു യാത്രയാണ് മക്കളെ, മനസ്സിലായോ? ഒരു ഹയർ ഹയർ കോൺഷ്യസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക്, കോർ ഓഫ് അവർ എക്സിസ്റ്റൻസിലേക്ക്, മദർ ലുമിനോസിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതൊരു രസകരമായ, അതൊരു ലഹരിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റ് ലഹരികളെല്ലാം ഉപേക്ഷിക്കുക. ഇനി ഉപയോഗിക്കാത്തവർ ഒരിക്കലും അതിലേക്ക് പോകാതിരിക്കുക, ഉപയോഗിക്കുന്നവർ അതിൽ നിന്നും പിന്തിരിയുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. ഫിറ്റ്നസ് മാറ്റേഴ്സ്. ഹെൽത്തി ബോഡി, ഹാപ്പി മൈൻഡ്, കമ്പാഷനേറ്റ് ഹാർട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കുണ്ടായിരിക്കണം. കമ്പാഷനേറ്റ് ഹാർട്ട്, ഹെൽത്തി ബോഡി, ഹാപ്പി മൈൻഡ് ആൻഡ് സ്പിരിച്വൽ ബാലൻസ്ഡ് സ്റ്റേറ്റ്. സ്പിരിച്വലി ബാലൻസ്ഡ് സ്റ്റേറ്റ്. സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഒരു യോഗാവസ്ഥ, അത് സ്ഥിതപ്രജ്ഞത എന്നൊക്കെ പറയും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ. പുറത്തു നിന്നും എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട നമുക്ക് സന്തോഷിക്കാൻ എന്ന് പറയുന്നൊരവസ്ഥ. അതിന് മയക്കുമരുന്നും മദ്യവും പുകവലിയൊന്നും വേണ്ട നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് എൻജോയ് ചെയ്യാൻ. നമ്മുടെ അസ്തിത്വത്തെ അറിയാനുള്ള യാത്ര തന്നെ ഏറ്റവും നല്ലൊരു എൻജോയ്മെൻറ്റാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കുക. എൻ്റെ മെസ്സേജ് ഫിറ്റ്നസ് മാറ്റേഴ്സ് എന്നാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യമുള്ള ശരീരം വേണം, ആഹ്ലാദകരമായൊരു മനസ്സ് വേണം, കമ്പാഷനേറ്റായിട്ടുള്ളൊരു ഹൃദയം വേണം, അല്ലേ? നമുക്ക് പൂവിനെയും പൂമ്പാറ്റയെയും നമുക്ക് പുൽക്കൊടിയെയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ അബോധാവസ്ഥയിൽ എന്ത് ആസ്വാദനം? ഭ്രാന്ത് പിടിച്ചവന് എന്ത് ആസ്വാദനം? മാനസിക മനസ്സിൻ്റെ സമനില തെറ്റിയവൻ എന്ത് ആസ്വദിക്കുന്നു? ഒന്നും ആസ്വദിക്കുന്നില്ല. അവർ തെറ്റിദ്ധരിക്കുകയാണ് അവരെന്തെല്ലാമോ ആസ്വദിക്കുന്നു എന്ന്. ഞാൻ ഇന്നലെ ഇവിടെ വൈകിട്ടത്തെ ഒരു പരിപാടിക്ക് ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്ത് 2 ദിവസവും. അപ്പോൾ എൻ്റെ ഡാൻസൊക്കെ കണ്ടിട്ട് ഒരു വ്യക്തി എന്നോട് വന്ന് ചോദിച്ചു, പരിചയപ്പെട്ടു, സാർ നന്നായിട്ട് ഭയങ്കര എനർജിയാണല്ലോ, അടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ നിങ്ങളുടെ കളിയൊക്കെ കണ്ടപ്പോൾ ലേശം അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു ലഹരിയിലാണെന്ന് പറഞ്ഞു. എനിക്ക് മയക്കുമരുന്നും മദ്യവും ആൾക്കഹോളും ടൊബാക്കോവും എന്താ പറയുക, ഈ വക സാധനങ്ങളൊന്നും വേണ്ട. എനിക്ക് ഡാൻസ് ചെയ്യാൻ, എനിക്ക് പാട്ട് പാടാൻ, ഞാൻ പാട്ടും പാടി, എനിക്ക് ആസ്വദിക്കാൻ. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മറ്റൊരു ലഹരിയിലാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സിസ്റ്റൻസിലേക്ക്, എൻ്റെ അസ്തിത്വത്തിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാൻ. അതുകൊണ്ട് എനിക്കെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. സ്നേഹത്തോടു കൂടി, അക്ബർ സ്നേഹത്തോട്. താങ്ക് യു വെരി മച്ച്.